കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ടെക്നീഷ്യൻ ഏതൊക്കെ കാര്യങ്ങൾ സബ്സ്ക്രൈബർക്ക് പാക്കേജിന്റെ കാര്യത്തിൽ പറഞ്ഞു കൊടുത്തു എന്ന് കണ്ടു. ഇപ്പോൾ നമുക്ക് ഈ വീഡിയോയിൽ ടെക്നീഷ്യൻ സബ്സ്ക്രൈബർക്ക് പേരന്റൽ കൺട്രോൾ ഫീച്ചറിനെ കുറിച്ചുള്ള വിവരങ്ങൾ കൊടുക്കുന്നത് കാണാം. ടിവിയിൽ വരുന്ന ചില പ്രോഗ്രാംസും ചാനൽസും കുട്ടികൾക്ക് അനുയോജ്യമല്ലെന്ന് ടാറ്റ പ്ലേ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് ടാറ്റ പ്ലേ തങ്ങളുടെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും ടാറ്റ പ്ലേ പേരന്റൽ കൺട്രോളിന്റെ ഒരു ഓപ്ഷനും നൽകുന്നു. ഇതിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് ഏത് ചാനലിനും പാസ്വേഡ് സെറ്റ് ചെയ്യാനാകും. ഇത് വളരെ നല്ലതും പ്രധാനപ്പെട്ടതുമായ കാര്യമാണ്. അറിയാൻ പറ്റില്ല ഇന്നൊക്കെ ടിവിയിൽ എന്തൊക്കെയാ വരുന്നതെന്ന്. ഈ പേരന്റൽ കൺട്രോളിന്റെ ഡെമോൺസ്ട്രേഷൻ എനിക്ക് കുട്ടികളുടെ മുന്നിൽ കാണിക്കുവാൻ സാധ്യമല്ല. ശരി മോനെ, ശരി മോളെ, നീ കുറച്ചു നേരം അകത്ത് ഞാൻ എന്തിനാ പോന്നേ? അങ്കിൾ പറഞ്ഞില്ലേ. ശരി, പറയൂ. ശരി, അപ്പോൾ പേരന്റൽ കൺട്രോൾ ഓപ്ഷൻ ലഭിക്കുന്നതിന് ടാറ്റ പ്ലേ റിമോട്ടിലുള്ള ഈ സെറ്റിംഗ്സ് ബട്ടൺ പ്രസ് ചെയ്യണം. ഇപ്പോൾ നിങ്ങളുടെ മുന്നിൽ ഓർഗനൈസർ സ്ക്രീൻ വന്നു. ഇതിൽ നിങ്ങൾ മറ്റൊരു ഓപ്ഷൻ, അതായത് പേരന്റൽ കൺട്രോൾ ഓപ്ഷൻ സെലക്ട് ചെയ്യണം. ഇപ്പോൾ ഇവിടെ പേരന്റൽ കൺട്രോളിന്റെ പിൻ ചോദിക്കും. ഇത് ഡിഫോൾട്ടായി 0000 ആണ്. ഇത് ടൈപ്പ് ചെയ്ത് സബ്മിറ്റ് ചെയ്യണം. ഇപ്പോൾ നിങ്ങളുടെ മുന്നിൽ പേരന്റൽ കൺട്രോളിന്റെ സ്ക്രീൻ വരുന്നതാണ്. അപ്പൊ നമുക്ക് ഈ പിൻ എങ്ങനെ ചേഞ്ച് ചെയ്യാൻ കഴിയും? മാം, അതെങ്ങനെയെന്ന് കാണാം. ഇവിടെ തേർഡ് ഓപ്ഷൻ താങ്കൾക്ക് കാണാവുന്നതാണ്, ചേഞ്ച് പിൻ എന്നത്. ഇവിടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പിൻ നമ്പർ സെറ്റ് ചെയ്യാവുന്നതാണ്. ഇതുപോലെ നിങ്ങൾ ഏതെങ്കിലും ചാനൽ ലോക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അതിനായി നിങ്ങൾ ആദ്യ ഓപ്ഷൻ അഥവാ ചാനൽ ലോക്ക് ഓപ്ഷൻ സെലക്ട് ചെയ്യണം. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് 5 പുതിയ ഓപ്ഷൻ കാണും. അതിൽ നിങ്ങൾ ആദ്യത്തെ ഓപ്ഷനായ ലോക്ക് ചാനൽസിൽ പോയി സെലക്ട് ചെയ്യണം. നിങ്ങളുടെ മുന്നിൽ ചാനലുകളുടെ ലിസ്റ്റ് വന്നു. ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഏത് ചാനലും സെലക്ട് ചെയ്യാം. നിങ്ങളുടെ ഇഷ്ടത്തിന് ചാനൽ സെലക്ട് ചെയ്തതിന് ശേഷം ടാറ്റ പ്ലേ റിമോട്ടിലുള്ള ഈ ബ്ലൂ ബട്ടൺ പ്രസ് ചെയ്യുക. അപ്പോൾ ഈ സെറ്റിംഗ്സ് സേവ് ആകും. ഇതിൽ നിങ്ങൾക്ക് 2 ഓപ്ഷൻ ലഭിക്കും. അത് നിങ്ങളുടെ ഇഷ്ടപ്രകാരം ഏത് ഓപ്ഷനും സെലക്ട് ചെയ്യാം. ഇപ്പോൾ ഈ ചാനലുകൾ ലോക്ക് ആയിരിക്കുന്നു. കൂടാതെ ഇതിൽ നിങ്ങൾക്ക് കുട്ടികളുടെ പ്രായത്തിന്റെ അടിസ്ഥാനത്തിലും പ്രോഗ്രാംസ് ബ്ലോക്ക് ചെയ്യാനാകും. അതിനായി നിങ്ങൾ വീണ്ടും പേരന്റൽ കൺട്രോൾ സ്ക്രീനിൽ വരണം. അതെങ്ങനെയെന്ന് നിങ്ങൾക്ക് ഇവിടെ കാണാം. നിങ്ങളുടെ അടുത്തുള്ള മറ്റൊരു ഓപ്ഷനാണ് വ്യൂവിംഗ് റെസ്ട്രിക്ഷൻ. നിങ്ങൾ ഈ ഓപ്ഷൻ സെലക്ട് ചെയ്യണം. ഇപ്പോൾ സ്ക്രീനിൽ നിങ്ങൾക്ക് ഈ ഓപ്ഷൻ കാണാവുന്നതാണ്. ഇതിൽ നിന്ന് ഏത് ഓപ്ഷനും നിങ്ങൾക്ക് ഇഷ്ടമുള്ളവ സെലക്ട് ചെയ്യാവുന്നതാണ്. എന്നിട്ട് ആ സെറ്റിംഗ്സ് സേവ് ചെയ്യുന്നതിന് ബ്ലൂ ബട്ടൺ പ്രസ് ചെയ്യുക. ഇപ്പോൾ ഈ റേറ്റിംഗിലുള്ള പ്രോഗ്രാംസ് ബ്ലോക്ക് ആയിരിക്കുന്നു. പക്ഷെ അഥവാ എനിക്ക് ആ പ്രോഗ്രാംസും ചാനൽസും കാണണമെങ്കിലോ? അത് വളരെ എളുപ്പമാണ്. അതിനായി നിങ്ങൾ ഏത് പ്രോഗ്രാം അല്ലെങ്കിൽ ചാനലാണോ കാണാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങൾ അതിലേക്ക് പോകുക. അപ്പോൾ പേരന്റൽ കൺട്രോൾ പിൻ നിങ്ങളോട് ആവശ്യപ്പെടും. നിങ്ങൾ സെറ്റ് ചെയ്തിരുന്ന പിൻ സബ്മിറ്റ് ചെയ്യുക. ശേഷം ആ പ്രോഗ്രാമോ ചാനലോ കാണുക. ഇതുപോലെ ടാറ്റ പ്ലേ സെറ്റ് ഓഫ് ബോക്സിന്റെ ഡെമോൺസ്ട്രേഷൻ ഇവിടെ അവസാനിക്കുന്നു. ഇതുവരെ ഞാൻ നിങ്ങൾക്ക് ടാറ്റ പ്ലേ സെറ്റ് ഓഫ് ബോക്സിനെ കുറിച്ച് നൽകിയ എല്ലാ ഇൻഫർമേഷൻസും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. എന്നാലും നിങ്ങൾ എന്തെങ്കിലും വീണ്ടും ചോദിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ചോദിക്കാവുന്നതാണ്. ഇല്ല, ഇതുവരെ എല്ലാം മനസ്സിലായി. നിങ്ങൾ കണ്ടോ ടെക്നീഷ്യൻ എത്ര സാമർഥ്യത്തോടെയാണ് ഡെമോൺസ്ട്രേഷൻ നടത്തിയതെന്ന്? ഒപ്പം ഒരു കാര്യം ഗൗരവപൂർവ്വം ഓർത്തുകൊള്ളുക, സബ്സ്ക്രൈബർക്ക് എല്ലാ വിവരങ്ങളും നൽകുക. എങ്കിൽ നിങ്ങളും ഇതുപോലെ ഓരോ ഇൻസ്റ്റലേഷൻ വർക്ക് ഓർഡറിലും കസ്റ്റമേഴ്സിന് നന്നായി ഡെമോൺസ്ട്രേഷൻ തീർച്ചയായും നൽകുക. അതുപോലെ ഡെമോൺസ്ട്രേഷന്റെ അവസാനം കസ്റ്റമറുടെ സിഗ്നേച്ചർ വർക്ക് ഓർഡർ കോപ്പിയിൽ വാങ്ങുവാൻ ഉറപ്പായും ഓർക്കുക. ഓൾ ദി ബെസ്റ്റ്.